നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് ഇന്നത്തെ എവൻഗേലിയോൻ ഭാഗമായി വായിച്ചത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. വായിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവൻ മനസ്സലിഞ്ഞു, അല്ലേ? മനസ്സലിഞ്ഞു, രോഗികളെ സൗഖ്യമാക്കി. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളായിത്തീരുക. ആ വലിയ മനസ്സലിവിൻ്റെ ഒരു ശുശ്രൂഷ, അതാണ് ഇന്ന് ആ വേദഭാഗത്തിലെ കാതലായ ആശയം എന്ന് പറയുന്നത്. ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കാൻ സഭ ക്രമീകരിച്ച് തന്നിരിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ്, ഐക്കൺ ഓഫ് ഓർഡൈൻഡ് മിനിസ്ട്രി, ക്രിസ്തു പട്ടത്ത ശുശ്രൂഷയുടെ പ്രതിരൂപം, ഇമേജ് എന്ന് പറയാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളോടൊപ്പം, അവരുടെ മാതാപിതാക്കളോടൊപ്പം ഈ വിശ്വാസ സമൂഹത്തോട് ചേർന്ന് കർത്താവിന് നന്ദി പറയും. തിരുവചന ധ്യാനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. അതിൻ്റെ വായിലെ വാക്കുകൾ, നിൻ്റെ മക്കളുടെ ഹൃദയത്തിലെ ചിന്തകൾ അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. ഈ കഴിഞ്ഞ 2 ആഴ്ചകളിൽ മാർത്തോമാ സഭയിൽ ഏകദേശം 30 യുവാക്കൾ ശമ്മാശന്മാരായി, ഇനിയും അടുത്ത ദിവസങ്ങളിൽ കശിശന്മാരാകും. വൈദികർ, ഓർഡൈൻഡ് മിനിസ്ട്രി, കർത്താവിൻ്റെ ശുശ്രൂഷകരായിരിക്കുവാൻ സമർപ്പിതരായ വൈദികർ. ഈ വൈദികരെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കുന്നത് അവർ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മാലാഖമാരാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. അവർ പച്ചയായ മനുഷ്യരാണ്. ഒരു ഭവനത്തിൽ ശിശുവായി ജനിച്ചു, പള്ളിയിൽ പോയി, സൺഡേ സ്കൂൾ പഠിച്ചു, അതിനുശേഷം പല ജോലികൾക്ക് പോകാമായിരുന്നു. പക്ഷേ ദൈവവിളി എന്ന ആ അനുഭവത്തിൽ അവർ പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. പല വഴികളിലൂടെ അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ ദൈവ വിളി ശ്രദ്ധിച്ച് അവർ സഭയിലെ ശുശ്രൂഷകരായിട്ട് മാറി. ഒത്തിരി പരീക്ഷകൾ അവരൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി ലോകം അവരെ നോക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശനമൊക്കെ ഏറ്റുവാങ്ങുന്നവരാണ്. പക്ഷേ അവർക്കുള്ള കയ്യൊപ്പ് ദൈവത്തിൻ്റെ കയ്യൊപ്പ് മാത്രമാണ്. നമ്മളൊക്കെ പറയും, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. തീർച്ചയായിട്ടും ദൈവം വിശ്വസ്തനാണ്. ഈ പട്ടത്ത ശുശ്രൂഷയിൽ നമുക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാനിപ്പോൾ അച്ഛനായിട്ട് 39 വർഷം കഴിയും. എത്രയോ ആളുകൾ സുഹൃത്തുക്കളായിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു സയൻറ്റിസ്റ്റാണ് ഡോക്ടർ ബിജോയ്. റിട്ടയർ ചെയ്തു. ഞായറാഴ്ച പള്ളിയിൽ വന്നാൽ ആരാധന കഴിഞ്ഞാൽ ഉടൻ 4-5 പേരെ വിളിച്ചുകൊണ്ട് ഈ തെക്കൻ തിരുവിതാംകൂറിലെ ചെറിയ ഗ്രാമങ്ങൾ, ചെറിയ ചെറിയ വില്ലേജുകളിൽ പോയി സുവിശേഷം പറയുന്ന ഡോക്ടർ ബിജോയ്. മക്കളില്ല. അദ്ദേഹത്തിൻ്റെ രോഗം വളരെ കാഠിന്യമുള്ളതായിരുന്നു. ക്യാൻസർ രോഗം. ഏതാണ്ട് 2-3 ആഴ്ച തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെയും ഞാൻ രാവിലെ വിളിച്ച് എന്നോട് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിച്ചു. സന്ധ്യയായപ്പോൾ മരണവാർത്തയാണ് ഞാൻ കേട്ടത്. ഒത്തിരി സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ സ്നേഹം എത്ര വലുതാണ്. അതുപോലെ തന്നെ എത്രയോ കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ സ്വാധീനിക്കുവാൻ കഴിയുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. എത്ര കുടുംബങ്ങളെയാണ് കാണാനും പരിചയപ്പെടാനും അവരുടെ ജീവിതത്തിൻ്റെ
വിഷമ സാഹചര്യങ്ങളിൽ കൂടെ നിൽക്കാനും ഒക്കെ കഴിയുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒത്തിരി വിഷമതകൾ, പ്രതിസന്ധികളുണ്ട്. 3 വർഷം കഴിയുമ്പോൾ ഈ സുഹൃത്തുക്കളെയൊക്കെ വിട്ടുപോവുക, പുതിയ ഒരിടത്ത് പോയി താമസിക്കുക, പരിചയപ്പെടുക, പിന്നീട് വരുമ്പോൾ പ്രായമാകുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ അഡ്മിഷൻ, അവരുടെ പഠനം, ഇതൊക്കെ വളരെ പ്രയാസമാണ്. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ വിളിച്ച ദൈവം വിശ്വസ്തൻ. അതാണ് പട്ടക്കാരുടെ വിശ്വാസം എന്ന് പറയുന്നത്. വിളിച്ച ദൈവം വിശ്വസ്തൻ. ഇവിടെ വായിച്ച വേദഭാഗത്ത് യേശു കർത്താവ് ശിഷ്യഗണങ്ങളെ വിളിക്കുന്നു. ഓർഡൈൻ മിനിസ്ട്രിയിലേക്ക് കർത്താവ് വിളിക്കുന്നു. അവിടെ വായിക്കുന്നു, യേശു കർത്താവ് ഗ്രാമങ്ങളിലും ഊരുകളിലും സഞ്ചരിച്ച് അവരോട് ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഇപ്പം ഗ്രാമങ്ങളിലും ഊരുകളിലുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു യേശുവാണ്. എ ജേർണിയിങ് ക്രൈസ്റ്റ് ടു ദി റിമോട്ട് ഏരിയാസ്. റിമോട്ട് ഏരിയ അല്ലെങ്കിൽ വില്ലേജുകൾ, ഗ്രാമങ്ങളിലൊക്കെ എന്തിന് സഞ്ചരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെയുള്ള സാധാരണ മനുഷ്യർ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, ആരും ശ്രദ്ധിക്കാത്ത ആളുകൾ, അവരെയൊക്കെ കാണുന്നതിന്, അവരോട് ജീവൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന്, അവർക്ക് സൗഖ്യം നൽകുന്നതിനൊക്കെ യേശു കർത്താവ് യാത്ര പോകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ഈ യാത്ര, ശിഷ്യന്മാരോട് ഒരുമിച്ച് ചേർന്നുള്ള ഒരു യാത്ര, ആ യാത്ര ചെയ്യുന്ന ആളുകളുടെ കണ്ണ് തുറന്ന് മനുഷ്യൻ്റെ വേദന കാണുന്നു, മനുഷ്യൻ്റെ കൂടെ ആയിരിക്കാൻ പ്രേരണ ലഭിക്കുന്നു. അതുകൊണ്ട് സഞ്ചരിക്കുന്ന യേശു കർത്താവും ശിഷ്യ സമൂഹവും സഞ്ചാരപഥം ഹൈവേയിലല്ല, വലിയ കാറുകളിലല്ല, ബൈക്കുകളിലല്ല, പിന്നെയോ സാധാരണ ഇടങ്ങളിൽ സാധാരണ ജനങ്ങൾ പാർക്കുന്ന ഒരിടത്തേക്ക് യേശു കർത്താവ് യാത്രയാകുന്നു, ശിഷ്യന്മാരും യാത്രയാകും. ഒരു വൈദികനെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ കണ്ണിൽ, എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ഞങ്ങളുടെ വികാരിയായിരുന്ന OJ മത്തായച്ചൻ. എൻ്റെ വീട് കീക്കുഴൂരാണ്. ഞാനെൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ സമയത്ത് അച്ഛനെ പരിചയപ്പെടുന്ന അച്ഛൻ ഞങ്ങളുടെ വികാരിയായി വരുന്നു. ഒരു സൈക്കിൾ, ഞങ്ങളുടെ നാട് മലയൊക്കെ ഉള്ള സ്ഥലമാണ്. ഭവനം സന്ദർശിക്കും, രോഗികളെ കാണും, ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ കൂട്ടിച്ചേർത്ത് യുവജന സഖ്യത്തിലൊക്കെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട OJ മത്തായച്ചൻ. കൊച്ചമ്മ, മാതാപിതാക്കൾ സുഖമില്ലാത്തത് കൊണ്ട് മിക്കപ്പോഴും വീട്ടിലായിരിക്കും. അച്ഛൻ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു കട്ടൻ കാപ്പി, ഒരു ബണ്ണ്, അതാണ് അച്ഛൻ്റെ രാത്രിയിലത്തെ ഭക്ഷണം. ഇത് ഞാൻ പറയാൻ കാരണം, ഗ്രാമങ്ങളിൽ ആളുകളൊക്കെ കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുന്ന ഇടത്തേക്ക് യാത്രയാകുന്ന വൈദികർ, ഒരു കാലഘട്ടത്തിൽ അതായിരുന്നു വൈദികരുടെ ഒരു ജീവിത ശൈലി എന്ന് പറയും. ഇതൊക്കെ മാറി. ഇപ്പോൾ സൈക്കിളും കൊണ്ടുപോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയും. ആളുകളോടുള്ള ഇടപെടലാണ് വൈദികൻ്റെ മൂലധനം, അനുഗ്രഹം എന്ന് പറയുന്നത്. രണ്ടാമത് അവിടെ വായിക്കുന്നു, യേശു കർത്താവ് മനസ്സലിഞ്ഞു. ആരെ കണ്ട മനസ്സലിഞ്ഞത്? ചിന്നിയവരും ചിതറിയവരുമായ ആളുകൾ. ഒരു പക്ഷെങ്കിൽ ചിന്നിപ്പോയി, ചിതറിപ്പോയി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോയ ആളുകളാണ്. അവരെ ആരും ഗവനിക്കുന്നില്ല. അവർ ചിതറിയാലും ചിന്നിയാലും ആർക്കും ഒരു നഷ്ടവുമില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ. അവിടെ പറയുന്നു, ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയ ചിതറിയ ഒരു സമൂഹം. ഇംഗ്ലീഷിൽ അതിന് പറഞ്ഞ ഹറാസ്ഡ് ആൻഡ് ഹെൽപ്ലെസ് പീപ്പിൾ. പലതരത്തിലുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്ന ചിതറിപ്പോയ ആളുകൾ. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കൊച്ചു കേരളം
ഈ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ കാണുമ്പോൾ വളരെ സങ്കടം തോന്നും. ആരുടെയും പാർട്ടിയോ ഒന്നുമല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നു. ആരോഗ്യ കേരളം, സുരക്ഷിത കേരളമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ ആരോഗ്യം വെന്റിലേറ്ററിലാകുന്നു എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. ഞാൻ വികാരി ജനറലായിട്ട് കോട്ടയത്ത് 2.5 വർഷമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ രോഗവിവരം അറിഞ്ഞ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ തലേദിവസം അദ്ദേഹം ഒരു ബെഡിലാണ് കിടന്നത്. പിറ്റേ ദിവസം ആ ബെഡിൽ നിന്ന് അദ്ദേഹത്തെ താഴെ ഇറക്കി വേറൊരാളെ കിടത്തിയിരിക്കുന്നു. ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതുപോലെ പേഷ്യൻസാണ്. രോഗികളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം. പക്ഷേ സാധാരണ ജനങ്ങൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സ ലഭിക്കാതെ മരണപ്പെടുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കണ്ടിട്ട് മനസ്സലിയുന്ന ഒരു സമൂഹമുണ്ടോ? അധികാരികളുണ്ടോ? ഭരണകർത്താക്കളുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കുക. ചിന്നിപ്പോയവർ, ചിതറിപ്പോയവർ. ആശാ വർക്കേഴ്സിൻ്റെ സമരം ഏകദേശം 100 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. അവരെ ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഞാൻ കൊമ്പാടിയിൽ പ്രളയകാലത്തും കോവിഡ് കാലത്തും താമസിച്ചപ്പോഴാണ്. ഈ ക്വാറന്റൈനിൽ 10-90 ആളുകൾ അവിടെ താമസിക്കും. ഇവർക്ക് ഭക്ഷണമൊക്കെ ഈ സാമൂഹ്യ അടുക്കളയിൽ നിന്നാണ് കൊണ്ടിരുന്നത്. അത് കൊണ്ടിരുന്നത് ഈ ആശാ വർക്കേഴ്സാണ്. ചിലപ്പോൾ അവർക്ക് ഒരു മാസ്ക് പോലും വെക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കും. ഇവരുടെയൊക്കെ സംരക്ഷണത്തിന് വീട് തോറും കയറിയിറങ്ങി ആരും അറിയാത്ത ഒരു കൂട്ടം ആളുകൾ, അവർ ചിന്നിയവരാണ്, ചിതറിയവരാണ് എന്ന് കാണാനായിട്ടുള്ള മനസ്സലിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മനസ്സലിയുക എന്നത് ആയിരുന്നു. ഈ മനസ്സലിവിൻ്റെ ദൈവമാണ് നമുക്ക് ഒരു വലിയ പ്രചോദനമെന്ന് പറയും. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് മനസ്സലിഞ്ഞു, രോഗികൾക്ക് സൗഖ്യം നൽകി, വിശന്നവർക്ക് ഭക്ഷണം കൊടുത്തു. ഇത് നമുക്ക് സാധിക്കുന്നതാണ്. കഴിഞ്ഞ 2 മാസത്തിനു മുമ്പ് നമ്മുടെ മെത്രാപ്പോലീത്ത തിരുമേനി നിരണത്തടുത്ത് ഒരു വീട്ടിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് അവരുടെ വീട് ഉൾപ്പെടെയുള്ള എല്ലാം നഷ്ടപ്പെട്ടു. അവർ പുറത്ത് ജോലിക്ക് പോയിരിക്കുകയായിരുന്ന ഒരു മോളുണ്ട്, അവൾ സ്കൂളിൽ പഠിക്കാൻ പോയി. ഇവർ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീട് മുഴുവൻ സകലതും കത്തി ചാമ്പലായി. തിരുമേനി പിറ്റേ ദിവസം അറിഞ്ഞു, അവിടെ ചെന്നു, അവരെ കണ്ടു. അടുത്ത ഒരു ഭവനത്തിൽ അവർക്ക് താമസിക്കാനുള്ള ക്രമീകരണം ആ വീട്ടുകാർ ചെയ്തു കൊടുത്തു. ഞാൻ പറയട്ടെ, 3 മാസം കൊണ്ട് ഏകദേശം 9 ലക്ഷം രൂപ ചിലവഴിച്ച് വളരെ ഭംഗിയായി മനോഹരമായ ഒരു വീട് പണിത് അതിൻ്റെ കൂദാശ അഭിമന്യ തിരുമേനി, മെത്രാപ്പോലീത്ത തിരുമേനി നടത്തി ഞാൻ സമയത്ത് ഓർക്കുന്നു. നമുക്ക് പലതും വിമർശിക്കാൻ കഴിയും. ഇതൊക്കെ പലയിടത്തും കേൾക്കുന്നതാണ്. വിമർശനത്തിനപ്പുറത്ത് ഒരു കമ്പാഷനേറ്റ് ഹാർട്ട്, ഒരു മെൽറ്റിംഗ് ഹാർട്ട്, മനസ്സ് അലിയുന്ന ഒരു ദർശനം നമുക്ക് ഉണ്ടായിരിക്കണം. യേശു കർത്താവ് മനസ്സലിഞ്ഞു, ചിന്നിയവരെയും ചിതറിയവരെയും കണ്ടിട്ട് മനസ്സലിഞ്ഞു എന്ന് നാം അവിടെ വായിക്കുന്നു. മനുഷ്യരോടുള്ള ആഴമായ സ്നേഹം, അതിലാണ് ഈ ആർദ്രതയും മനസ്സലിവും ഒക്കെ ഉണ്ടാകുന്നത്. കീപ് യുവർ കമ്പാഷനേറ്റ് ഹാർട്ട് ഇൻ എവറി ടൈം. എല്ലാ സമയത്തും ഈ ഹൃദയം ആർദ്രതയുള്ളത് ആയിരിക്കണം. 3-മത് യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ പുറത്തേക്ക് നോക്കുക, വയലിലേക്ക് നോക്കുക. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. സാധ്യതകൾ വളരെയാണ്. പക്ഷേ ഈ സാധ്യത കണ്ട് പോകുവാൻ ആളില്ല എന്നത് വലിയ സങ്കടമാണ്. അതാണ് യേശു കർത്താവ് പറയുന്നത്. ഇവിടെ പറയുന്നു, കൊയ്ത്ത് അതൊരു സാധ്യതയാണ്, വിത്ത് ഒരു സാധ്യതയാണ്.
വിളവ് അല്ലെ വിളഞ്ഞു നിൽക്കുന്ന വയലുകൾ, പക്ഷേ അത് വേണ്ട സമയത്ത് കൊയ്യുവാൻ ആളില്ലാതെ പോകുന്നത് എത്ര സങ്കടകരമാണ്. ഈ സാധ്യത നഷ്ടപ്പെടുത്തുന്നത് ഞാനും നിങ്ങളുമാണ്. നമ്മൾ പറയും, വീട് വിട്ട് എങ്ങനെ പോകും, കുഞ്ഞുങ്ങളെ വിട്ടിട്ട് എങ്ങനെ പോകും, ഇവിടെ സുവിശേഷം പറയാനുള്ള അവസരമില്ലല്ലോ എന്ന് ഒക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈ സുവിശേഷം കേൾക്കുവാൻ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ചുറ്റുപാടുണ്ട്, നമ്മുടെ അരികിലുണ്ട്. ഈ സാധ്യത കണ്ടെത്താൻ ഒരു സഞ്ചാരിയായി സുവിശേഷവുമായി യാത്ര ചെയ്യണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. യേശു ഒരു സഞ്ചാരിയായി, ശിഷ്യന്മാരെ യാത്രയ്ക്ക് വേണ്ടി കർത്താവ് അയക്കുന്നു. അവരോട് പറയുന്നതൊക്കെ നമുക്ക് അറിയാം. യാത്ര എന്തിന് എന്ന് ചോദിച്ചാൽ വെറും കാഴ്ച കാണാനല്ല, പിന്നെയോ മനുഷ്യൻ്റെ വേദനകളെ കാണുവാനും നൊമ്പരപ്പെടാൻ അവരെ ചേർത്ത് നിർത്തുവാനുമുള്ള ഉത്തരവാദിത്വം. 2, യേശു കർത്താവ് മനസ്സലിഞ്ഞു. കർത്താവ് പറയുകയാണ്, ചിന്നിയവരും ചിതറിയവരുമായ ഒരു ജനതയുടെ ഇടയിലാണ് ജീവിക്കുന്നത്. അവർക്ക് നീതി ലഭിക്കുന്നില്ല, അവർക്ക് എങ്ങൊന്നും ഒരു ആശ്വാസം ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളോട് സ്നേഹാർദ്രമായി അവരോട് ആർദ്രതയോടുകൂടെ ഇടപെടുവാൻ നമുക്ക് സാധിക്കും. 3, കൊയ്ത്ത് വളരെയുണ്ട്. സാധ്യതകളുടെ ഒരു ലോകം. ആ സാധ്യതകളുടെ ലോകത്തിൽ സാധ്യതകൾ കണ്ടിട്ട് കണ്ണടച്ചിരിക്കുകയല്ല, പിന്നെയോ ഈ സാധ്യതകൾ നഷ്ടപ്പെടുത്താൻ ദൈവരാജ്യത്തിനു വേണ്ടി യാത്രയാകുവാനും ദൈവരാജ്യത്തിനു വേണ്ടി സമർപ്പിതരാകുവാനും നമുക്ക് സാധിക്കണം. അതിന് ഈ ആരാധന, ഈ വചനകേൾവി മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.